എല്ലാവർക്കും ഈ സുദിനത്തിലേക്ക് സ്വാഗതം. നല്ലൊരു സുപ്രഭാതം ഞങ്ങൾ നല്ലൊരു സുപ്രഭാതം. അതെ, നല്ല സുപ്രഭാതം നേരുകയാണ്. അപ്പം ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിറാഷ് സൊല്യൂഷനിലേക്ക് നമ്മുടെ എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ എങ്ങനെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആണ് നമ്മളിന്ന് പറയുന്നത്. ഞാനും സാറിനും വീണ്ടും എത്തിയിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ഭർത്താക്കന്മാർക്ക് അടിമപ്പെട്ട് ജീവിക്കുക, വിധേയരാകുക. അടിമപ്പെടുക അങ്ങനല്ല, വിധേയരാകുക. സാറിന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇതിനകത്ത് ഒരുപാട് കാറ്റഗറിയിലെ ആൾക്കാർ കാണും. അതായത് ഫെമിനിസ്റ്റുകൾ കാണും, അങ്ങനെ പല ആൾക്കാർ കാണും. പക്ഷെ പറഞ്ഞേക്കുന്നത് ഭർത്താവിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അടിമപ്പെട്ട് ജീവിക്കുക എന്നല്ല. പക്ഷെ ഞാൻ അടിമപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതെ, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അടിമപ്പെട്ട് ജീവിക്കുക. എന്നാൽ മാത്രമേ ആ കുടുംബത്തിന്റെ ഹാപ്പിനെസ് സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കുക. എമ്പുരാനെ. അതെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ കുറെ കമന്റ് സെഷൻ വന്നിട്ടുണ്ട്. നമുക്ക് കമന്റ് സെഷനിൽ ഇന്നലെ ഒരു ചോദ്യം ഷീജ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബോണിച്ചായനും സാറിനും എങ്ങനെയാണ് ഇത്ര ലവ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചിന്തിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിക്കും സാറിനെ? ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കും, ഞങ്ങൾ ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കും, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇടപെടും. അങ്ങനെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളേ ഇല്ല. പരസ്പരം ഞങ്ങൾ വിധേയപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? അത് ഞാൻ അവക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ്, അവൾ എനിക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട് സാറിനെ. ദുബായിൽ നിന്നും നിഖില് ചോദിച്ചേക്കുന്നു, ബോണിച്ചായന് സെറിമേഡത്തെ തല്ലാറുണ്ടോ എന്ന്. ഒരിക്കലുമില്ല എമ്പുരാനെ, ഒരിക്കലുമില്ല. ഞാൻ അതിന് അവസരം ഉണ്ടാക്കാറില്ല. അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഇച്ഛായനത് ക്ഷമിക്കുന്നതാണ്, ചിന്തിക്കും. അതായത് ഒരു ഭർത്താവാണ് ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയ അത് ക്ഷമിച്ചു കൊടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാണ്. അവൻ എത്രത്തോളം അവളെ കെയർ ചെയ്യുന്നു, അവിടെയാണ് സന്തോഷം ഉണ്ടാകുന്നത്, അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത് അല്ലേ? അതിന് അവസരം ഉണ്ടാകാതിരിക്കുന്നത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്.